ഇന്നത്തെ വീഡിയോ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കാണ്. ഒരു ചെറിയൊരു ക്യാപ്സിക്കാണ് എടുത്തത്. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി അത് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ആക്കണം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ചിക്കൻ വേവിച്ചതാണ്. കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് മൈദ കുറച്ച് വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്റർ ആക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നെ ഒരു സമൂസ ഷീറ്റ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഈ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു സൈഡ് മൈദ ബാറ്റർ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് മൈദ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കണം. വീണ്ടും ഒന്ന് മൈദ ബാറ്ററിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 സൈഡും മാത്രം ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ മതിയാവും. ഇതുപോലെ 2 സൈഡും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫില്ലിങ് വെച്ച് ഇതുപോലെ ടൈറ്റിൽ റോൾ ചെയ്താൽ മതി. കുറച്ച് മൈദ ബാറ്റർ വെച്ച് സ്റ്റിക്ക് ചെയ്യണം. പിന്നെ ഫില്ലിങ് കുറവാണെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് നല്ല ടൈറ്റിൽ നിൽക്കാനാണ് ഫില്ലിങ് കുറച്ച് വെക്കുന്നത്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇത് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സമൂസയൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെ ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഇനി ഇത് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ല പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ വെറൈറ്റി ടേസ്റ്റുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെറൈറ്റി സ്നാക്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സമൂസ ഷീറ്റ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.